ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുരിങ്ങയില കൊണ്ടൊരു തോരൻ വെക്കാനായിട്ടാണ്. എല്ലാവർക്കും അറിയായിരിക്കും മുരിങ്ങയില തോരനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. ആ ചെറിയ വ്യത്യാസങ്ങളും അറിയാവുന്ന കൂട്ടുകാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കാണും. എങ്കിലും ഞാനൊന്ന് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വീടിനടുത്ത് ഒരു മുരിങ്ങയില മരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാജേഷിനോട് പറഞ്ഞു കുറച്ച് പറിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പറിച്ച് തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടുക് വറക്കുമ്പോൾ ഉഴുന്ന് ചേർക്കും കേട്ടോ. ഞാനിവിടെ തോരൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുമ്പോൾ ഉഴുന്ന് ചേർക്കാറുണ്ട്. ചില ആളുകൾ ചേർക്കൂല. അപ്പോൾ അതേ കടുകുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു ചൂടാകാനായിട്ട് വെച്ചു കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ തോരനൊക്കെ റെഡിയാക്കുന്നത്. എന്നാലേ അതിന് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതേ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കുമാണ് ഞാൻ നമ്മുടെ ഉഴുന്ന് ഞാൻ കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഉഴുന്നും കൂടിയിട്ട് നന്നായിട്ട് ഉഴുന്നൊന്ന് ബ്രൗൺ നിറം വരുന്ന വരെ നമുക്കിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചീരത്തോരനൊക്കെ ഇല്ലേ, അതെല്ലാം ഞാൻ വെക്കുമ്പോൾ ഞാൻ ഈ ഉഴുന്ന് ചേർക്കും കേട്ടോ. ചില ആളുകൾക്ക് അറിയില്ല, ചില ആളുകൾക്ക് അറിയാവേ. അതിന് ശേഷം ദേ നമ്മുടെ ഇല നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങയിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയും ഇപ്പം നമ്മൾ കാണുമ്പോൾ കുറേ ക്വാണ്ടിറ്റി കാണും, പക്ഷെ വെച്ച് വരുമ്പോൾ കുറച്ചായിപ്പോവും, ചൊങ്ങിപ്പോവും കേട്ടോ. അതിപ്പോൾ എല്ലാ ഇലത്തോരനുകളും അങ്ങനെയാണല്ലോ അല്ലേ. കുറച്ച് നമ്മൾ എടുക്കുമ്പോൾ കുറേ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ വെച്ച് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് ഈ മുരിങ്ങയിലയിൽ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിക്കണേ. ഇലത്തോരനെല്ലാം ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പിടിച്ചു പോയി. ഈ ഇലയ്ക്കൊക്കെ ഒരു ചെറിയൊരു കയ്പ്പ് ചൊവ്വ എല്ലാ ഇലത്തോരനും കാണും, ചെറിയൊരു കയ്പ്പ്. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിക്കുക. അത് ഇല അങ്ങോട്ട് ചൊങ്ങി വന്നു കേട്ടോ, നന്നായിട്ട് വാടി ചൊങ്ങി വന്നു. അതിന് ശേഷം തേങ്ങ അരച്ച് ചേർക്കുകയാണ് കേട്ടോ. ഈ തേങ്ങയിൽ ഞാൻ പച്ചമുളകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഉള്ളിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്തൊക്കെ സാധനങ്ങളാണ് തേങ്ങ അരച്ച് ചേർത്തതെന്ന്. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉള്ളി, ഇത്രയും കൂടെ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് കേട്ടോ. ഇതുപോലെ എന്നിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മുരിങ്ങയില ഇങ്ങനെ കട്ട പിടിക്കും കേട്ടോ, ഭയങ്കരമായിട്ട് കട്ട പിടിക്കും. അതിന് ശേഷം ഞാൻ അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ മുട്ട ചേർക്കുകയാണ് കേട്ടോ. ഇതിനകത്തോട്ട് മുട്ട അങ്ങനെയല്ല കേട്ടോ ചേർക്കുന്നത്, ഇതുപോലെ പൊട്ടിച്ചാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മുടെ മുട്ടയിൽ നുള്ളി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. മുട്ടയ്ക്കൊരു ഉപ്പ് വേണമല്ലോ, അതിന് വേണ്ടി മുട്ടയിലും കൂടി ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മുരിങ്ങയില തോരനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് മുട്ടയും കൂടി ഇട്ട് മിക്സ് ചെയ്ത മുരിങ്ങയില തോരൻ ഇച്ചിരി ക്വാണ്ടിറ്റിയും ഉണ്ടാകും, നല്ല ടേസ്റ്റാണ്. ഒരു മുട്ട ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ മുട്ട ചേർത്താൽ ഭയങ്കര ഒരു ഉളുമ്പിയോവ ഉണ്ടാവും. അതുകൊണ്ട് ഒരു മുട്ട ചേർത്താൽ മതിയായിരിക്കും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട ചേർത്തപ്പോൾ കണ്ടോ, എല്ലാം നല്ലപോലെ വിട്ട് വരികയും ചെയ്തു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ കണ്ണിനും പ്രഷർ, BP-ക്കൊക്കെ ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ് നമ്മുടെ മുരിങ്ങയില. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, 3 മിനിറ്റിൻ്റെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ബായ്.